സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കേക്കാണ്. കേക്ക് ഇപ്പോൾ തയ്യാറാക്കേണ്ട ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഇത് പക്ഷേ എഗ്ലെസ് കേക്കാണ്. അപ്പോൾ മുട്ട കഴിക്കാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് വളരെ ഉപകാരമായിരിക്കും ഇങ്ങനെയുള്ള കേക്ക് തയ്യാറാക്കിയാൽ. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് അധികം പുളിയില്ലാത്ത നല്ല കട്ടത്തൈരുണ്ടല്ലോ, അത് അരക്കപ്പ് എടുക്കാം. ഇനി അത് നല്ല കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അരക്കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ പഞ്ചസാര ഈ മധുരം വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂൺ വരെ വേണമെങ്കിൽ കുറയ്ക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവുന്നത് വരെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. 50 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സോൾട്ടഡും അൺസോൾട്ടഡും ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. സോൾട്ടഡ് ആണെങ്കിൽ പിന്നീട് നമ്മൾ കേക്ക് മിക്സിൽ ഉപ്പ് ചേർക്കരുത്, അപ്പോൾ അത് പലർക്കും തെറ്റിപ്പോവും. അൺസോൾട്ടഡ് ആയതുകൊണ്ട് നമുക്ക് കേക്ക് മിക്സിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ ചേർത്ത് നന്നായിട്ട് അടിച്ചിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത റവയാണ്. സാധാരണ ഇപ്പോൾ കടയിൽ നിന്ന് വറുത്ത റവയാണല്ലോ കിട്ടാറ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനിടയിൽ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യണം. പിന്നെ കേക്ക് ടിൻ, അത് പിന്നീട് നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് തയ്യാറാക്കിയാലും മതി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ബട്ടർ തൈര് മിക്സിലേക്ക് ഈ മൈദക്കൂട്ട് കുറേശ്ശെ ചേർത്ത് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഇത് എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ശരിക്കും ഇങ്ങനെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഇതിൽ മുട്ടയൊക്കെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് അടിക്കേണ്ടി വരിക. ഇതിപ്പോൾ മുട്ടയൊന്നുമില്ലല്ലോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂട് പാല് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പകുതി മൈദക്കൂട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഇളം ചൂട് പാല് ചേർത്തിട്ടുണ്ട്. അല്പം കൂടെ ചിലപ്പോൾ ചേർക്കേണ്ടി വരും കേട്ടോ. ഇനി ബാക്കി മൈദക്കൂട്ട് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കേക്ക് ടീൻ ആദ്യം അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പോൾ ഇത്തിരി ഷേപ്പൊക്കെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഈ മടക്കുകൾ, ആ കേക്കിൽ ആ മടക്കുകൾ കാണും ഇങ്ങനെ വെക്കുമ്പോൾ, അതാണൊരു വ്യത്യാസം. നല്ല ഭംഗിക്കൊക്കെ കിട്ടണമെങ്കിൽ ശരിക്ക് കട്ട് ചെയ്തിട്ട് അടിയിലൊരു റൗണ്ട് പീസ്, പിന്നെ സൈഡിൽ നീളത്തിലൊരു പീസ് ഇങ്ങനെ വളച്ച് വെക്കണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ, അപ്പോൾ ഒരു ചേരുവയും കൂടെ ചേർക്കാനുണ്ട് ലാസ്റ്റായിട്ട്. കശുവണ്ടി ചെറിയ പീസസ് ആയിട്ട് നുറുക്കുക. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് ടോട്ടലായിട്ട്. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം ഈ മിക്സിയിലേക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വൈറ്റ് കളറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിൽ മുട്ടയുടെ ഒരു യെല്ലോ കളറൊന്നും മുട്ട ചേർക്കാത്തത് കൊണ്ട് ആ ഒരു കളറില്ല. തൈരായതുകൊണ്ട് നല്ല വൈറ്റ് കളറായിട്ടാണ് ഇരിക്കുന്നത്.
ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു. ഇനി മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്യാം. മടക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചൊരു കാൽഭാഗം കശുവണ്ടിയുടെ പീസസ് മേലെ ഒന്ന് വെതറി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഓവണില്ലെങ്കിലും വിഷമിക്കേണ്ട. ഒരു പാൻ, ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ഗ്രിഡ് വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഈ കേക്ക് ടീന് ആ ഗ്രിഡിൻ്റെ മേലെ വെച്ച് കവർ ചെയ്ത്, കേക്ക് ടീൻ കവർ ചെയ്യേണ്ട, ആ പാൻ കവർ ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. മുട്ട കഴിക്കാത്തവർക്ക് ഈ കേക്ക് കാണുമ്പോൾ അവർക്ക് കൊതിയും ഉണ്ടാവും. പക്ഷേ മുട്ട ഉള്ളത് കൊണ്ട് കഴിക്കാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. ഞാൻ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു മുട്ട കഴിക്കാത്തവർ. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നല്ല അടിപൊളി മുട്ട ചേർത്ത് തയ്യാറാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കേക്ക് തയ്യാറാക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ അത് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള കേക്കാണ്. കശുവണ്ടിക്ക് പകരം ബദാം ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഇത് നട്ട്സ് ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ മുട്ട ചേർക്കാതെ തൈര് അധികം പുളിയില്ലാത്തതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. താങ്ക് യു.